ഹലോ എടാ, നമ്മൾ എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ എപ്പോഴും നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു സെഷനാണ്, ഒരു പാർട്ടാണ് കൗണ്ടർ കറന്റ് മെക്കാനിസം അല്ലേ. നമ്മുടെ NCERT നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും മെക്കാനിസം ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ഫിൽട്രേറ്റ് എന്നാണ് ആ ഒരു സെഷന്റെ ഹെഡിങ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുക അല്ലേ. എന്താണ് മെക്കാനിസം ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ഫിൽട്രേറ്റ്? അതിനെ നമ്മൾ കൗണ്ടർ കറന്റ് മെക്കാനിസം എന്ന് വിളിക്കാറുണ്ട് അല്ലേ. നമ്മളെ മെക്കാനിസത്തിന് എന്ത് വിളിക്കാറുണ്ട്? കൗണ്ടർ കറന്റ് മെക്കാനിസം. എന്തുകൊണ്ടാണ് ഈ മെക്കാനിസത്തിനെ നമ്മൾ കൗണ്ടർ കറന്റ് എന്ന് വിളിക്കുന്നത്? നിങ്ങളൊക്കെ കൗണ്ടർ അടിക്കാറുണ്ടടാ, നിങ്ങളൊക്കെ കൗണ്ടർ അടിക്കാറുണ്ടോ? എന്താ കൗണ്ടറിന്റെ മീനിങ്? ഓപ്പോസിറ്റ് എന്നല്ലേ പറയാ അല്ലേ. എതിരെ കൗണ്ടർ അടിക്കുക. നമ്മൾ എന്ത് പറയാൻ ചില ആൾക്കാർ എതിരെ പറയുന്ന ആൾക്കാരുണ്ടാവില്ലേ, ഓപ്പോസിറ്റ് പറയാ. എന്താ കറണ്ടിന്റെ അർത്ഥം? ഫ്ലോ, മൂവ്മെന്റ് ആണ്. അപ്പൊ എന്താ കൗണ്ടർ കറന്റ്? ഓപ്പോസിറ്റ് ഫ്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ കൗണ്ടർ കറന്റ് മെക്കാനിസം എന്ന് വിളിക്കുന്നത്? ഓപ്പോസിറ്റ് മൂവ്മെന്റ് ചില ലിംബിൽ നടക്കുന്നുണ്ട്. നിങ്ങൾ നോക്ക്, ഹെൻലേസ് ലൂപ്പിന്റെ ഡിസെന്റ് ലിംബ് താഴോട്ടേക്കല്ലേ മൂവ്മെന്റ്, ഹെൻലേസ് ലൂപ്പിന്റെ അസെന്റ് ലിംബ് മുകളിലോട്ടേക്കല്ലേ. അപ്പൊ ഇത് ഓപ്പോസിറ്റ് മൂവ്മെന്റ് ആണ്. അതുപോലെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് യൂറിൻ ഫോർമേഷനില് ഈ ലിംബ് ഇതിലേക്ക് കൊടുക്കും, ഈ ലിംബ് ഇതിലേക്ക് കൊടുക്കും അല്ലേ. നിങ്ങളെ NCERT ഈ വാസാറക്റ്റം അല്ലേ, ചുറ്റുമുള്ള പെരിട്യൂബുലാർ കാപ്പിലറീസിലേക്കല്ലേ റീഅബ്സോർപ്ഷൻ നല്ലതിനൊക്കെ തിരിച്ചു കൊടുക്കുക. ഞാൻ എളുപ്പത്തിനും വേണ്ടിയിട്ട് ആ വാസാറക്റ്റം നേരെ താഴെ കൊണ്ടുവച്ചു, എന്നാലേ നിങ്ങൾക്ക് ലിംബ് തമ്മിൽ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കുള്ളൂ. NCERT ഈ ലിംബ് വാസാറക്റ്റ നേരെ ഇവിടെയാണുള്ളത്. അപ്പം അവർ തമ്മിൽ കൊടുക്കുന്നത് പരസ്പരം നമുക്ക് കൺഫ്യൂഷൻ ആണ്. അപ്പൊ നിങ്ങൾ നേരെ താഴെ കൊണ്ടുവച്ചാൽ മതി. ഇത് ഇങ്ങനെ ലൂപ്പ് ഓവർ ചെയ്തിട്ട് ഇങ്ങനെയാണ് വാസാറക്റ്റ ഉണ്ടാവുക. ഞാൻ മനസ്സിലാവാൻ വേണ്ടി ജസ്റ്റ് ഇവിടെ താഴെ വരച്ചു എന്നേ ഉള്ളൂ. അപ്പൊ ഇവർ കൊടുക്കുന്നത് ഇതിലേക്കല്ലേ, അപ്പൊ ഇവർ ഇങ്ങനെ കൊണ്ടുപോവുക ചെയ്യാം. അപ്പൊ ഇത് വാസാറക്റ്റിന്റെ അസെൻഡിങ് ലിംബാണ്. ഇവർ ഇതിലേക്കാണ് കൊടുക്കുക, അപ്പൊ ഇവർ ഇങ്ങനെയല്ലേ കൊണ്ടുപോവുക. അപ്പൊ വാസാറക്റ്റിന്റെ ഡിസെൻഡിങ് ലിംബാണ് അല്ലേ. കളക്റ്റിംഗ് ഡക്റ്റ് ഒന്നും ഇവിടേക്ക് ഇങ്ങനെ കൊടുക്കുന്നുണ്ടല്ലോ, അപ്പൊ ഇങ്ങനെയാണ് കൊണ്ടുപോവുക, തിരിച്ചെടുക്കുന്നത് അല്ലേ. ശരിയല്ലേ? അപ്പൊ അത് ഡിസെൻഡിങ് ലിംബാണ്. അപ്പം വാസാറക്റ്റ് നിങ്ങൾ നോക്കിക്കേ, ഇത് അപ്വേർഡ് ആണ്, ഇത് ഡൗൺവേർഡ്. ഓപ്പോസിറ്റ് മൂവ്മെന്റ് അല്ലേ, ഓപ്പോസിറ്റ് മൂവ്മെന്റ് അല്ലേ. അപ്പൊ ഓപ്പോസിറ്റ് മൂവ്മെന്റ് ആരിലേക്ക് നടക്കുന്നുണ്ട്? ആരിലേക്ക് നടക്കുന്നുണ്ട്? ഹെൻലേസ് ലൂപ്പിലും നടക്കുന്നുണ്ട്, വാസാറക്റ്റയിലും നടക്കുന്നുണ്ട്. അപ്പൊ കൗണ്ടർ കറന്റ് മെക്കാനിസം നടക്കുന്ന രണ്ട് പാർട്സ് ഏതൊക്കെയാണ്? ഹെൻലേസ് ലൂപ്പും വാസാറക്റ്റയും. വലിയ ഹെൻലേസ് ലൂപ്പിന് പാരലൽ ആയിട്ട് വരുന്ന ബ്ലഡ് കാപ്പിലറീസിനല്ലേ വാസാറക്റ്റ എന്ന് വിളിക്കാം. അപ്പൊ കൗണ്ടർ കറന്റ് മെക്കാനിസം നടക്കുന്നത് ജക്സ്റ്റാ മെഡുലറി നെഫ്രോൺസിലാണ്. അത് എന്ത് കോൺസെൻട്രേറ്റഡ് യൂറിൻ ആണ് ഈ കൗണ്ടർ കറന്റ് മെക്കാനിസം അവർ ഉണ്ടാക്കുക? അത് നമുക്ക് വഴിയെ നോക്കാം. അപ്പൊ സിമ്പിൾ അല്ലേ. അപ്പൊ നിങ്ങൾ നോക്കിക്കോ, ഇത് കോർട്ടെക്സ് റീജിയൻ, ഇത് മെഡുലറി റീജിയൻ നമ്മൾ പഠിച്ചിട്ടില്ലേ. ഇങ്ങനെ ഒരു കിഡ്നി ആണെങ്കിൽ ഇങ്ങനെ അല്ലേടാ നെഫ്രോൺ ഉണ്ടാവുക. ഇത് കോർട്ടെക്സ്, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മെഡുലാന്നല്ലേ പഠിച്ചേ. അപ്പൊ നോക്കിക്കേ, ഇങ്ങനെയുള്ള നെഫ്രോണ് നിങ്ങളെ പഠിപ്പിക്കാനും വേണ്ടി സാർ ഇങ്ങനെ വരച്ചതല്ലേ അല്ലെ. അപ്പൊ നേരാക്കി കഴിഞ്ഞാൽ ഇത്രയും ഭാഗം കോർട്ടെക്സ് ആണ്, ഇത് മെഡുലറി പാർട്ടാണ്. ശരിയല്ലേ? ഇനിയോ നമുക്ക് ലോജിക് അറിയാം. താഴോട്ട് വരുന്ന ആള് പുറത്തേക്ക് വെള്ളത്തിനെ കൊടുക്കുന്നല്ലേ പഠിപ്പിച്ചേ. അപ്പൊ ഡിസെൻഡിങ് ലിംബ് ഫിൽട്രേറ്റ് താഴോട്ടേക്ക് ഇങ്ങനെ വരുന്നില്ലേ അല്ലെ. മാക്സിമം ഇവിടെ ഉള്ളതൊന്നും ഞാൻ ഡിസ്കസ് ചെയ്ത് നമ്മൾ യൂറിൻ ഫോർമേഷനിൽ പഠിക്കുന്നുണ്ടല്ലേ. പക്ഷെ നമുക്ക് മെയിൻ ആയിട്ട് കൗണ്ടർ കറന്റ് മെക്കാനിസത്തിൽ അറിയേണ്ടത് ഇവർ താഴോട്ടേക്ക് വരികയല്ലേ, താഴോട്ടുള്ള ആള് പുറത്തേക്ക് വെള്ളത്തിനെ കൊടുക്കും. അപ്പൊ ഡിസെൻഡിങ് ലിംബ് ഇറ്റ് ഈസ് പെർമിയബിൾ ടു വാട്ടർ, ഇറ്റ് ഈസ് പെർമിയബിൾ ടു വാട്ടർ. അവർ വെള്ളത്തിനെ തിരിച്ചെടുത്തു, റീഅബ്സോർപ്ഷൻ. പക്ഷെ ആരെ കൊടുക്കൂല? അതിനുള്ള ഇലക്ട്രോലൈറ്റിനെ കൊടുക്കൂല. ഇറ്റ് ഈസ് ഇംപെർമിയബിൾ ടു ഇലക്ട്രോലൈറ്റ്, ഇറ്റ് ഈസ് ഇംപെർമിയബിൾ ടു ഇലക്ട്രോലൈറ്റ്. അപ്പൊ താഴോട്ട് വരുന്തോറും കോൺസെൻട്രേഷൻ കൂടും. ഉപ്പ് അവിടെ ഉണ്ടല്ലോ, ഉപ്പിന്റെ അംശം ഉണ്ടല്ലോ, ഇലക്ട്രോലൈറ്റ് ഉണ്ടല്ലോ, കോൺസെൻട്രേഷൻ അല്ലെ ഹൈപ്പർട്രോണിക് ആവും. ആ ഹൈപ്പർട്രോണിക് ഫിൽട്രേറ്റ് എവിടേക്ക് എൻ്റർ ചെയ്യും? അസെൻഡിങ് ലിംബ് ഓഫ് ഹെൻലേസ് ലൂപ്പിലേക്ക് എൻ്റർ ചെയ്യും. അത് ഓപ്പോസിറ്റ് ഫംഗ്ഷനാ. ഇവര് അതിലുള്ള ആരെ കൊടുക്കും? NaCl കൊടുക്കും. പക്ഷെ ആരെ കൊടുക്കൂല? വെള്ളത്തിനെ കൊടുക്കൂല, വെള്ളത്തിനെ കൊടുക്കൂല. അവിടെയാണ് പ്രശ്നം. ഇത് കോർട്ടെക്സ് ആണ്, ഇത് മെഡുലയാണ്. ഈ നെഫ്രോണിന്റെ ഇടയിലൊക്കെ കുറെ ഫ്ലൂയിഡ്സ് ഉണ്ടാവില്ലേ, കുറെ ഫ്ലൂയിഡ്സ് ഉണ്ടാവില്ലേ, എക്സ്ട്രാ സെല്ലുലാർ സ്പേസ് അല്ലെ, ആ പ്ലാസ്മിക് സ്പേസ് ഉണ്ടാവില്ലേ. ഈ ഫ്ലൂയിഡ്സില് ഒരുപാട് ഇലക്ട്രോലൈറ്റ്സും കാര്യങ്ങളൊക്കെ അവിടെയും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കോർട്ടെക്സിൽ എപ്പോഴും കോൺസെൻട്രേഷൻ കുറവും അല്ലെ. ഇന്റർസ്റ്റീഷ്യൽ സ്പേസിലും അങ്ങനെ തന്നെ. മെഡുലറി ഇന്റർസ്റ്റീഷ്യൽ ഈ സ്പേസിലൊക്കെ കോൺസെൻട്രേഷൻ താഴോട്ടേക്ക് എപ്പോഴും കൂടുതലുമായിരിക്കും. അപ്പൊ ഈ തിയറി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കേ, ഇവർ NaCl കൊടുക്കൂലേ. ആരാ കൊടുക്കുക? NaCl ഈസ് ട്രാൻസ്പോർട്ടഡ് ബൈ അസെൻഡിങ് ലിംബ് ഓഫ് ഹെൻലേസ് ലൂപ്പ് അല്ലേ. NaCl ആരാ അവിടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? അസെൻഡിങ് ലിംബ് ഓഫ് ഹെൻലേസ് ലൂപ്പ് അല്ലേ അല്ലേ. ആൻഡ് എക്സ്ചേഞ്ച് വിത്ത് ഡിസെൻഡിങ് ലിംബ് ഓഫ് വാസാറക്റ്റ. ഡിസെൻഡിങ് ലിംബ് ഓഫ് വാസാറക്റ്റയുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്തു. അപ്പൊ ഈ പോകുന്നത് ആരാ? ആരാടാ പോകുന്നത്? NaCl, NaCl, NaCl ഇങ്ങനെ തിരിച്ചെടുക്കുന്നു, ഇഫറന്റ് ആർട്ടീരിയോളിലേക്ക് എത്തും. അവസാനം അത് റീനൽ വെയിനിലേക്ക് എത്തും, ഇൻഫീരിയർ വീനക്കാവ ഭാഗത്തേക്ക് എത്തും. ശരിയല്ലേ? പക്ഷെ അവര് പറയാണ്, നിങ്ങൾ നോക്കിക്കേ, ഈ ഭാഗത്ത് കോൺസെൻട്രേഷൻ കുറഞ്ഞാൽ എന്താ ചെയ്യാ?
ഈ ഭാഗത്ത് ഈ മെഡുലറി ഇന്റർസ്റ്റീഷ്യൽ സ്പേസിൽ കോൺസെൻട്രേഷൻ കുറഞ്ഞു. അപ്പൊ എന്താ ചെയ്യാ? ആ കൊണ്ടുപോകുന്ന NaCl ഇല്ലേ, ആ കൊണ്ടുപോകുന്ന NaCl ഇല്ലേ, അവരെ അസെൻഡിങ് ലിംബ് ഓഫ് എൻലേസ് ലൂപ്പ് അവരല്ലേ അവസാനം കൊണ്ടുപോകുന്നത് NaCl നെ. അവർ കൊണ്ടുപോകുന്നതിൽ നിന്നും ഈ സ്പേസിലേക്ക് NaCl കൊടുക്കും. എന്തിന്? അവിടുത്തെ ഓസ്മോളാരിറ്റി കുറഞ്ഞാൽ. ഞാൻ പറഞ്ഞു ഇത് കോർട്ടെക്സ് ആണ്, ഇത് മെഡുലറി ഇന്റർസ്റ്റീഷ്യൽ സ്പേസ് ആണ്. ഈ സ്പേസ് ഒക്കെ അല്ലെ, കോർട്ടിക്കൽ ഇന്റർസ്റ്റീഷ്യൽ സ്പേസിൽ കോൺസെൻട്രേഷൻ കുറവും മെഡുലറി ഇന്റർസ്റ്റീഷ്യൽ സ്പേസിൽ കോൺസെൻട്രേഷൻ കൂടുതലുമായിരിക്കണം. അപ്പൊ എങ്ങാനും കുറവ് വന്നു കഴിഞ്ഞാൽ ആരാ മെയിൻറ്റെയിൻ ചെയ്യുക? ഈ ഭാഗത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മളെ ഇവരിങ്ങനെ കൊണ്ടുപോകുന്ന NaCl ആണ്. സോ ദിസ് NaCl ഈസ് again transported back to the medullary interstitial space for maintaining osmolarity. ആരാണ് ട്രാൻസ്പോർട്ട് ഇവിടേക്ക് കൊടുക്കുന്നത്? വെരി ഇമ്പോർട്ടന്റ്, that is ascending limb of vasa recta. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് മനസ്സിലായോ? ഒന്നുകൂടി പറയാൻ ശ്രദ്ധിക്കണേ. NaCl is transported by ascending limb of Henle's loop and exchanged with descending limb of vasa recta. And ചില സമയത്ത് this NaCl is again transported back to medullary interstitial space by ascending limb of vasa recta. എന്തിന് കൊടുക്കാറുണ്ട് ചില സമയത്ത്? for maintaining osmolarity. അപ്പൊ കൗണ്ടർ കറന്റ് മെക്കാനിസത്തിന്റെ പരിപാടി എന്താ? മെഡുലറി ഇന്റർസ്റ്റീഷ്യൽ സ്പേസിലൊക്കെ കോൺസെൻട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പൊ ഒന്നാമത്തെ ആൾ ആരെ കിട്ടി? NaCl ആണെന്ന് മനസ്സിലായി. അപ്പൊ നിങ്ങളെ ചോദ്യമാണ്, സാറേ അങ്ങനെയാണെങ്കിൽ ഈ ഭാഗത്ത് ഇതും മെഡുലറി ഇന്റർസ്റ്റീഷ്യൽ സ്പേസ് അല്ലേ, അവിടെ ആരാ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത്? അവിടെ ആരാ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കിക്കോ. നമുക്കറിയാം ഇവരൊക്കെ മുകളിലോട്ടേക്ക് കൊടുക്കുന്നുണ്ടല്ലേ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. താഴോട്ട് വരുന്ന ആൾ ഇവിടേക്ക് എന്തിനെ കൊടുക്കുന്ന സാറ് പഠിപ്പിച്ച്? അപ്പൊ കളക്റ്റിംഗ് ഡക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? വാട്ടറിനെ കൊടുക്കുന്നുണ്ട്. പക്ഷെ താഴോട്ട് വരുന്ന ആൾ വെള്ളത്തിന് മാത്രം കൊടുക്കുന്നു. ഞാൻ ഈ കേസിലല്ലേ പറഞ്ഞത് അല്ലേ? അപ്പൊ ഇവരും താഴോട്ടേക്കാണ്, അപ്പൊ ഇവരും വെള്ളത്തിന് കൊടുക്കുന്നുണ്ട്. പക്ഷെ അവർ വെള്ളത്തിന് മാത്രമല്ല, അവർ ഇലക്ട്രോലൈറ്റിനെയും കൊടുക്കുന്നുണ്ട് അല്ലേ? അപ്പൊ അവിടേക്ക് സൈമൾട്ടേനിയസ് സെക്രീഷൻ നടക്കുന്നുണ്ട്. H+K+ അമോണിയ അയോൺസിന്റെ സെക്രീഷൻസ് ഇവിടെ നടക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ യൂറിൻ ഫോർമേഷനിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിക്കോളൂ, അവസാനം വെള്ളത്തിനല്ലേ ഇവർ മേജർ കൊടുക്കുക അല്ലെ? കളക്റ്റിംഗ് ഡക്റ്റ് മേജർ ആയിട്ട് ഇതിലെ വെള്ളത്തിലേക്ക് കൊടുക്കും, വെള്ളം തിരിച്ചെടുക്കും. അപ്പൊ വെള്ളം പോകും തോറും അവസാനം ഇവിടെ എന്ത് ഫോം ചെയ്യും? കോൺസെൻട്രേറ്റഡ് യൂറിൻ ഫോം ചെയ്യും. ഈ മൂത്രത്തിൽ 96% നോക്കിക്കാ കോൺസെൻട്രേറ്റഡ് യൂറിൻ. അവിടെ വാട്ടറിന്റെ പ്രസൻസ് ആണ് അപ്പോഴും കൂടുതലുള്ളത്, പക്ഷെ യൂറിയന്റെ പ്രസൻസ് ഉണ്ടാവും. യൂറിയല്ലേ നമുക്ക് കളയേണ്ട സാധനം. അപ്പൊ ഈ ഭാഗത്ത് ഓസ്മോളാരിറ്റി കുറഞ്ഞാൽ ആരെ കൊണ്ടാ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക? അത് ആരാണ് മെയിൻറ്റെയിൻ ചെയ്യുക? ഈ മൂത്രത്തിൽ അടങ്ങിയിട്ടുള്ള യൂറിയ ഉണ്ടാവൂലേ? അപ്പൊ കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് ആര് വരുമടാ? ഡിഫ്യൂഷൻ ഫ്രം ഹയർ ടു ലോവർ. ഈ യൂറിയ വരും ഫ്രം ഹയർ ടു ലോവർ, എന്നിട്ട് ഈ ഭാഗത്ത് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പൊ ഈ ഭാഗത്ത് ഓസ്മോളാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഈ മെഡുലറി ഇന്റർസ്റ്റീഷ്യൽ സ്പേസിൽ ഓസ്മോളാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന രണ്ടാമത്തെ ആളെ കിട്ടി. ആരാ? യൂറിയ. അപ്പം കളക്റ്റിംഗ് ട്യൂബ്യൂൾ ആണ് യൂറിയനെ ഈ സ്പേസിലേക്ക് കൊടുക്കുക ഓസ്മോളാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ, അവിടെ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ. ഇനിയോ ചില കുട്ടികൾ ചോദിക്കും ഇത് കളയേണ്ട സാധനല്ലേ? ആണ്. ആവശ്യം കഴിഞ്ഞാൽ ഈ യൂറിയ നേരെ എവിടേക്ക് എൻ്റർ ചെയ്യും? തൊട്ടടുത്തുള്ള ലിംബിലേക്ക് എൻ്റർ ചെയ്യും. ആരാ തൊട്ടടുത്ത ലിംബ്? അസെൻഡിങ് ലിംബ് ഓഫ് എൻലേസ് ലൂപ്പിലേക്ക് യൂറിയ കയറും. അപ്പൊ അടുത്ത ഫിൽട്രേറ്റ് വരുന്നുണ്ടാവില്ലേ, അവരെ കൂടെ ജോയിൻ ചെയ്തിട്ട് ഇങ്ങനെ വന്നിട്ട് എലിമിനേറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ NCERT കൊടുത്തു തിൻ സെഗ്മെന്റ് എന്ന്. എടാ കോർട്ടെക്സിൽ നിങ്ങൾ നോക്കിക്കേ, ഹെൻലേസ് ലൂപ്പ് തിക്ക് സെഗ്മെന്റ് ആണ്, മെഡുലറി ഭാഗത്തേക്ക് തിന്നാണ്, കട്ടി കുറവാണ്. അപ്പൊ യൂറിയ കയറുന്നത് എവിടേക്കാണ്? തിൻ സെഗ്മെന്റ് ഓഫ്, നോക്ക് അവിടെ കറക്റ്റ് ആണ്, തിൻ സെഗ്മെന്റ് ഓഫ് അസെൻഡിങ് ലിംബ് ഓഫ് എൻലേസ് ലൂപ്പിലേക്കാണ്. ഓക്കെ, ഞാനിപ്പോ എന്താ പഠിപ്പിച്ചേ? ഇവിടെ കുറവ് വരുമ്പം കളക്റ്റിംഗ് ട്യൂബ്യൂൾ ഇവിടേക്ക് കൊടുത്തു, ആവശ്യം കഴിഞ്ഞാൽ അവർ ഇവിടേക്ക് എൻ്റർ ചെയ്തിട്ട് അത് എലിമിനേറ്റ് ചെയ്യുന്നു. പക്ഷെ NCERT കൊടുത്തത് നേരെ ഓപ്പോസിറ്റ്. അതും ശരിയാണ്. എന്താണ് NCERT കൊടുത്തത്? സ്മോൾ എമൗണ്ട് ഓഫ് യൂറിയ ഈ ഭാഗത്തേക്ക് എൻ്റർ ചെയ്യും, എന്നിട്ട് ഇങ്ങനെ പോയിട്ട് ആവശ്യം വരുമ്പോൾ വീണ്ടും കൊടുക്കുന്നു. അതും കറക്റ്റ് അല്ലേ? ആവശ്യം വരുമ്പോൾ കൊടുക്കും. ഞാൻ പഠിപ്പിച്ചെന്താ? ആദ്യമല്ലേ ഇവിടെ കുറവ് വരുമ്പോൾ ഇവിടേക്ക് കൊടുക്കും, മെയിൻറ്റെയിൻ ചെയ്യും അല്ലെ? അതിന് ശേഷം കയറിയിട്ട് അത് എലിമിനേറ്റ് ചെയ്യുന്നു. NCERT കൊടുത്തതോ യൂറിയ ഈ ഭാഗത്ത് നിന്ന് ഇവിടേക്ക് എൻ്റർ ചെയ്യും, ആവശ്യം വരുമ്പോൾ വീണ്ടും കൊടുക്കുന്നു. അതും ശരിയാണ്. പക്ഷെ നമുക്ക് NCERT സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഫോളോ ചെയ്യാം. എന്താണ് NCERT സ്റ്റേറ്റ്മെന്റ്? സ്മോൾ എമൗണ്ട് ഓഫ് യൂറിയ എൻ്റർ ടു ദ തിൻ സെഗ്മെന്റ് ഓഫ് അസെൻഡിങ് ലിംബ് ഓഫ് എൻലേസ് ലൂപ്പ് and again transported back to interstitial space, medullary interstitium by collecting tubule for maintaining osmolarity. അപ്പൊ interstitial സ്പേസിലെ ഓസ്മോളാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന രണ്ടാൾക്കാർ ചോദിച്ചാൽ അത് ആരൊക്കെയാണ്? NaCl ആൻഡ് യൂറിയ. അപ്പൊ എന്ത് മനസ്സിലായി? ജക്സ്റ്റാ മെഡുലറി നെഫ്രോൺസിന്റെ കഴിവെന്താ? ഓസ്മോളാരിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുള്ള കോൺസെൻട്രേറ്റഡ് യൂറിൻ. അപ്പൊ ചില കുട്ടികൾ ചോദിക്കും 85% കോർട്ടിക്കൽ നെഫ്രോൺ അല്ലേ സാറേ, 15% അല്ലേ ഈ നെഫ്രോൺ ഉള്ളൂ? ആ ശരിയാണ്. എടാ നെഫ്രോൺസ് കളക്റ്റിംഗ് ഡക്റ്റ് താഴോട്ട് വരുന്നവരും വെള്ളത്തിന് കൊടുക്കല്ലേ അധികം.
അപ്പം ഈ കളക്റ്റിംഗ് ട്യൂബ്യൂളിന്റെ ഫംഗ്ഷൻ മാത്രം മതി ഒരു മൂത്രത്തിനെ കോൺസെൻട്രേറ്റഡ് ആക്കി മാറ്റാൻ. പക്ഷേ ഇങ്ങനെയുള്ള ഓസ്മോളാരിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുള്ള കോൺസെൻട്രേറ്റഡ് യൂറിൻ ജെക്സ്ട്രാ മെഡുലറി നെഫ്രോൺസിനെ സാധിക്കുകയുള്ളൂ. അതാണ് അവർ തമ്മിലുള്ള വ്യത്യാസം, ഇവർ തമ്മിലുള്ള കോൺസെപ്റ്റ്. ഇതാണ് നമ്മളെ കൗണ്ടർ കറന്റ് മെക്കാനിസം. ജെക്സ്ട്രാ മെഡുലറി നെഫ്രോൺസിലാണ് ഈ മെക്കാനിസം നടക്കുക. അപ്പൊ സിമ്പിൾ ആയിട്ട് ഹെല്ലേസ് ലൂപ്പിന്റെ താഴെ വാസറക്റ്റ് കൊണ്ടുവച്ചാൽ നമുക്ക് കൺഫ്യൂഷൻ ഒഴിവാകും. ഇനിയോ നമ്മൾ ഔട്ടർ കോർട്ടക്സിൽ നോക്കിക്കേ, ഈ വരുന്ന ബ്ലഡിനൊക്കെ കോൺസെൻട്രേഷൻ ഇതൊക്കെ കോർട്ടക്സ് അല്ലേ? അപ്പൊ കോർട്ടക്സിലുള്ള ഓസ്മോളാരിറ്റിന്റെ യൂണിറ്റ് ആണ്. ഇതേപോലെ തന്നെ എഴുതണം, മില്ലി ഓസ്മോൾ പെർ ലിറ്റർ. ഇതേ രൂപത്തിലാണ് നിങ്ങൾ ആൻസർ സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഔട്ടർ കോർട്ടക്സിലുള്ള അല്ലെങ്കിൽ ഇനീഷ്യൽ ഫിൽട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ ഒക്കെ 300 ആണ്. താഴോട്ട് വരുന്നോറും ഇവർ വെള്ളത്തിന് കൊടുക്കല്ലേ, അപ്പൊ കോൺസെൻട്രേഷൻ കൂടി വരും. അപ്പൊ കോർട്ടക്സിൽ 300 ആണ്, താഴോട്ട് വരുന്നോറും 600 ആയി. മെഡുലറി ഭാഗത്തേക്ക് എത്തുമ്പോൾ 600 കഴിഞ്ഞു, 900 ആയി. അവസാനം ഫോം ചെയ്യുന്ന മൂത്രത്തിന്റെ ഇന്നർ മെഡുലറി മൂത്രത്തിന്റെ കോൺസെൻട്രേഷൻ എത്രയാ? 1200 മില്ലി ഓസ്മോൾ പെർ ലിറ്റർ. അപ്പൊ ഔട്ടർ കോർട്ടക്സില് അല്ലെങ്കിൽ ഇനീഷ്യൽ ഫിൽട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ 300, അവസാനം ഫോം ചെയ്യുന്ന മൂത്രത്തിന്റെ കോൺസെൻട്രേഷൻ 1200. എന്ത് മനസ്സിലായി? ഹ്യൂമൻ കിഡ്നീസ് ക്യാൻ പ്രൊഡ്യൂസ് യൂറിൻ നിയർലി 4 times more concentrate filtrate than initial filtrate formed. ഒരു മനുഷ്യന്റെ കിഡ്നിക്ക് 4 ഇരട്ടി കോൺസെൻട്രേറ്റഡ് യൂറിൻ ആണ്. കാരണം ബ്ലഡിന്റെ കോൺസെൻട്രേഷൻ അവിടെ എത്തുന്നത് 300, പക്ഷെ അവസാനം ഉണ്ടാക്കുന്ന മൂത്രമോ 1200. അപ്പൊ 4 times more കോൺസെൻട്രേറ്റഡ് ആണ്. അപ്പൊ ചില കുട്ടികൾ ചോദിക്കല്ലേ, സാറേ എന്തുകൊണ്ടാണ് 600 900 സ്പെസിഫിക് ആയിട്ട് അവിടെ എഴുതിയതെന്ന്? അത് 300ന്റെ മൾട്ടിപ്പിൾ അല്ലേ? അതെ, 4 ടൈം മൾട്ടിപ്പിൾ എന്ന് കാണിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ആ വാല്യൂ എഴുതിയത്. താഴോട്ട് വരുന്നവർ കൂടി വരുന്നു. ഇത്രയും സിമ്പിൾ ആയിട്ട് നമ്മൾ ഈ മെക്കാനിസം മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ കേട്ടതിന് ശേഷം നിങ്ങൾ NCERT ഈച്ച് ആൻഡ് എവറി വേർഡ് വായിക്കുക. നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് തീർച്ചയായിട്ടും മനസ്സിലാവും. അപ്പൊ ഇതേപോലെ ബുദ്ധിമുട്ടുള്ള സെഷൻസ് എൻ്റെ മക്കൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് രൂപത്തിൽ നിങ്ങൾ അറിയിക്കുക. നമ്മൾ ആ വീഡിയോ ഏതൊരു ചാപ്റ്റർ ആണ്, ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യും കേട്ടോ. അപ്പം അടിപൊളിയായിട്ട് ഇരുന്ന് പഠിക്കുക. നമ്മൾ പഠിച്ചത് വരാൻ പോകുന്ന എക്സാമിന് വരും എന്നുള്ളൊരു കോൺഫിഡൻസ് നമ്മൾ ബിൽഡപ്പ് ചെയ്തെടുക്കേണ്ട സമയമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ എത്തിക്കുക. ഈ കോൺസെപ്റ്റ് മനസ്സിലാവാത്ത കുട്ടികളുണ്ടെങ്കിൽ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാം. ബൈ.